ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ചിനെ ചോദ്യം ചെയ്യുന്ന കുറച്ച് ആ ഒരു കാർ മുതലാളികളെയാണ്. അപ്പൊ സച്ചി ഫോൺ എടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് അവര് നമ്മുടെ സച്ചിനെ ചോദ്യം ചെയ്യുകയും നമ്മുടെ സച്ചിനെ ഒരുപാട് അപമാനിക്കുകയും ചെയ്തു. ഏതായാലും സച്ചി പറഞ്ഞു, ഞാൻ ഫോൺ എടുത്തിട്ടില്ലേ, എനിക്ക് അതിന്റെ കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കുറെ തർക്കിച്ചു. ഏതായാലും കുറെ തർക്കിച്ചതിനിടയിൽ നമ്മുടെ സച്ചിന്റെ കോളറിലേക്ക് അങ്ങ് പിടിച്ചിങ്ങനെ വലിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി കുറച്ച് ദേഷ്യപ്പെടുകയും കുറച്ച് വലിയ രീതിയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും വേറെ ആരോ ഫോൺ കിട്ടി എന്നും പറഞ്ഞ് വന്നു കേട്ടോ. അപ്പം അയാളുടെ ഫോൺ റൂമിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി നിരപരാധിയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ആ പ്രശ്നം അങ്ങ് കഴിഞ്ഞിട്ട് പോയേക്കാന്ന് പറഞ്ഞ് അവന്മാര് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അതെ, എങ്ങോട്ടേക്കാ നിങ്ങൾ ഈ പോകുന്നത്? നിങ്ങൾ എന്നെ ചെക്ക് ചെയ്യാൻ നോക്കിയില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി. എന്നെ കള്ളനായി നിങ്ങൾ മുദ്ര കുത്തിയില്ലേ? അപ്പൊ ഞാൻ പറയുന്ന കേൾക്കാനേ നിങ്ങൾക്ക് അർഹതയുണ്ട്. ദേ, എന്തായിരുന്നു ഇത്രയും നേരം വലിയ വയലന്റ് ആയിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് നിങ്ങൾ സൈലന്റ് ആയല്ലോ? കാര്യം പറ. ദേ, പലതും നഷ്ടപ്പെടുമ്പോൾ ഇല്ലാത്തവന്റെ നേരെയാണല്ലോ പലരും വിരൽ ചൂണ്ടുന്നത്. സ്വന്തം കാർ ഓടിച്ച് ജീവിച്ചവനാ ഞാന്. ജീവിതത്തിൽ കയറ്റും ഇറക്കമൊക്കെ ഉണ്ടാകും സാറുമാരെ. ഇപ്പൊ അങ്ങനെ ഒരു ഇറക്കത്തിലാ ഞാന്. അതാ ഞാൻ ഇവിടെ വന്നു നിന്ന് ജോലി ചെയ്യുന്നത്. അല്ലാതെ ഞാൻ കള്ളനോ ദരിദ്രവാസിയോ ഒന്നും ആയിട്ടല്ല. അപ്പോഴത്തേക്കും കൂടെ നിന്ന ഒരാൾ പറഞ്ഞു, അത് പിന്നെ സച്ചി അറിയാതെ സംഭവിച്ചതാ. എന്തറിയാതെ? ഫോൺ ഇങ്ങേര് കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് ഫോൺ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തിനാ? പാവപ്പെട്ടവര് ഫോൺ മോഷ്ടിക്കുന്നു, ഫോണ് കട്ടെടുക്കുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വെറും വിഡ്ഢികളാ. ഫോൺ കിട്ടിയപ്പോ എല്ലാവരും പൊടിയും തട്ടി അങ്ങ് പോവല്ലേ. കാറ് കഴുകുന്നവനാണല്ലോ, എന്തു പറഞ്ഞാലും അതും കേട്ട് സൈലന്റ് ആയിട്ട് നിൽക്കുന്നു കരുതിയോ? അങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കാൻ ഈ സച്ചിനെ കിട്ടില്ല. എന്റെ ഫോൺ നിങ്ങൾ ആരെങ്കിലും മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ വെറുതെ വിടാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആ ഫോൺ ഞാൻ മോഷ്ടിച്ചു എന്ന് പറയുമ്പോ ഞാൻ നിങ്ങളെ വെറുതെ വിടണോ? പാവപ്പെട്ടവന്റെ തലേ കയറലാണല്ലോ നിങ്ങളെ പോലെയുള്ള പണക്കാരുടെയൊക്കെ പ്രധാന സ്വഭാവവും ഹോബി എന്നൊക്കെ പറയുന്നത്. നിങ്ങളെ പോലെയുള്ള പണക്കാർ എത്ര പേര് മോഷണം നടത്തുന്നുണ്ടെന്നറിയാമോ? നിങ്ങളൊക്കെ മോഷ്ടിക്കുന്നത് വിശപ്പിനല്ല, നിങ്ങളൊക്കെ തിന്നു കൊഴുക്കാൻ വേണ്ടിയാ മോഷ്ടിക്കുന്നത്. പാവപ്പെട്ടവും മോഷ്ടിക്കുന്നത് എന്തെങ്കിലും കഴിക്കാനോ കുടുംബം പുലർത്താനോ ഒക്കെ ആയിരിക്കും. എന്നിട്ട് മോഷണക്കഥ പറഞ്ഞേക്കുന്നു. ഞാനേ ഒന്നും മോഷ്ടിച്ചിട്ടില്ല ഇതുവരെ, എനിക്ക് അങ്ങനെ മോഷ്ടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും കൂടെ നിന്ന ആള് പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞതാ നീ എടുക്കാൻ ചാൻസ് ഇല്ല എന്ന്. പക്ഷെ നീ ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത് സച്ചി, വിട്, അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ. അത് പിന്നെ സത്യം മനസ്സിലാക്കിയിട്ടും അവരൊരു സോറി പോലും പറഞ്ഞില്ലല്ലോ. പോയത് കണ്ടോ? എന്നോടൊക്കെ എന്തിനു സോറി പറയണമെന്ന് കരുതി കാണൂല്ലേ? അല്ലേ സാറേ? അതല്ലേ? എന്നെ അവർക്ക് ശരിക്കും അറിയില്ല. ഈ സച്ചി ആരാണെന്നേ അറിയില്ല. എനിക്ക് വന്ന ദേഷ്യത്തിന് എല്ലാത്തിനെയും തൂക്കിയെടുത്ത് ഞാൻ തറയിൽ അടിച്ചതിനെ. പക്ഷെ എനിക്ക് നാളെയും ജോലിക്ക് വരണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിട്ടത്. കിട്ടിയ ജോലി കളയാൻ പാടില്ലല്ലോ, ഒത്തിരി കടമുണ്ട് എനിക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാവരെയും വെറുതെ വിട്ടതും ക്ഷമിച്ചതും. ഈ സച്ചി അങ്ങനെ ക്ഷമിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പിന്നെ സാറ് പൊക്കോ, പ്രശ്നമില്ല, ഞാൻ എല്ലാം സഹിച്ചോളാം, എനിക്ക് ജോലി വേണം, അതുകൊണ്ട് സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, എങ്കിൽ പിന്നെ ശരി മോനെ, ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിന്ന ഒരാളും കൂടെ അങ്ങ് പോയിട്ടോ. അയാൾ കുറച്ച് പാവമായിരുന്നു. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുകയാണല്ലോ. രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതി അവിടെ നിന്ന് സച്ചിയേട്ടാന്ന് ഉറക്കെ വിളിച്ചു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി അറിയുന്നത് രേവതി അവിടെ നിപ്പോട്ടെന്നും ഇതെല്ലാം കാണുന്നുണ്ടെന്നും. സച്ചി സഹിക്കുവോ? സച്ചിക്കും അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി, ഇതാര്, രേവതിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി ഓടി വന്ന് നമ്മുടെ സച്ചിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. സച്ചിക്ക് അങ്ങനെ ഒരു അപമാനം ഏറ്റുവാങ്ങാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നൊന്നും നമ്മുടെ രേവതി പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ എത്തിയത്. പക്ഷെ രേവതി വന്ന തക്ക സമയം അങ്ങനെ ഒരു വലിയൊരു അപമാനം നമ്മുടെ സച്ചിക്ക് നേരിടേണ്ടി വരികയും അത് നമ്മുടെ രേവതി കാണുകയും ചെയ്തത് വലിയൊരു നമ്മുടെ രേവതിക്ക് അത്രയ്ക്കും വേദനയായി തീരുകയാണ്. അങ്ങനെ രേവതി പറഞ്ഞു, സച്ചേട്ടൻ എന്തിനാ സച്ചേട്ട ഈ ജോലിക്ക് വന്നത്? നീ കരയാതെ, നീ എന്തിനാ രേവതി കരയുന്നത്? അത് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല സച്ചേട്ട, നീ കരയാതെ രേവതി. അത് പിന്നെ തൽക്കാലത്തേക്ക് മറ്റൊരാളുടെ കാർ ഓടിക്കുന്നു എന്ന് എന്നോട് കള്ളം പറഞ്ഞതായിരുന്നല്ലേ? എന്നിട്ട് ഈ വണ്ടിയൊക്കെ കഴുകാനല്ലേ സച്ചേട്ടൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത്? നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം സച്ചേട്ട, നമുക്ക് ഈ ജോലി വേണ്ട. പട്ടിണി കിടക്കേണ്ടി വന്നാലേ ഞാൻ കിടന്നോളാം, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ
ഒരു ജോലിക്ക് വന്നത്? അതിന്റെ കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? വേണ്ടിയിരുന്നില്ല സച്ചേട്ടാ, ഈ ഒരു ജോലി ഏറ്റെടുക്കണ്ടായിരുന്നു. ദേ, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ സെക്യൂരിറ്റി അങ്കിളിന്റെ മകളാ പറഞ്ഞത് എന്നോട്, ഇവിടെ സച്ചേട്ടൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നുണ്ടെന്ന്. സത്യത്തിലേ അപ്പൊ ഞാൻ വിശ്വസിച്ചതേ ഇല്ല, അതെനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇവിടെ വന്നെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സച്ചേട്ടാ. വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു. രേവതി, നീ കരയാതെ. ദേ, ആളുകളൊക്കെ കാണുക കേട്ടോ. എനിക്ക് ജോലി ചെയ്യണം, ജോലി ചെയ്താലേ പൈസ കിട്ടും. സച്ചേട്ടാ, ജോലി വേണ്ട സച്ചേട്ടാ, എനിക്ക് ഇതൊക്കെ കാണേണ്ടി വന്നല്ലോ. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ സച്ചേട്ടൻ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ കുനിഞ്ഞു നിൽക്കാന്നൊക്കെ പറഞ്ഞാല്, അതും ഇപ്പൊ ഒരു കള്ളൻ എന്ന പോലെ എല്ലാവരും കൂടെ ചേർന്ന് സച്ചേട്ടനെ മുദ്ര കുത്തുക എന്നൊക്കെ പറയുമ്പം അതൊക്കെ കാണേണ്ട ഒരു ഗതികേട് വന്നല്ലോ എനിക്ക്. വേണ്ട സച്ചേട്ടാ, ഈ ജോലി വേണ്ട. സച്ചേട്ടൻ ബാ. അത് പിന്നെ ജോലിക്ക് വേണ്ടി ഞാൻ കുറെ അലഞ്ഞില്ലേ, പക്ഷെ ആരും എനിക്ക് ഡ്രൈവർ ജോലി തന്നില്ല. പിന്നെ നിന്നെ പട്ടിണിക്കിടാൻ പറ്റുമോ? അതുപോലെ എന്റെ അച്ഛന് പൈസ കൊടുക്കണ്ടേ, മരുന്ന് മേടിക്കണ്ടേ, വീട്ടു ചെലവിന് കാശ് കൊടുക്കണ്ടേ? ദേ, അമ്മയ്ക്ക് അറിയാലോ അമ്മയുടെ സ്വഭാവം. ഞാൻ വീട്ടു ചെലവിന് പൈസ കൊടുത്തില്ലെങ്കിൽ ഓരോ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. നിറയെ കടവില്ലേ നമുക്ക്, അതൊക്കെ നമുക്ക് വീടണ്ടേ? അതുകൊണ്ടാ ഞാൻ ജോലിക്ക് വന്നത്, അതുകൊണ്ട് മാത്രം. അതുകൊണ്ട് രേവതി, നീ കരയാതിരിക്കുക. ഏതൊരു ജോലിക്കും അതിൻ്റെതായ അഭിമാനം ഉണ്ട്. കാശുള്ളവരുടെ ജോലിക്കാരനല്ലേ ഞാന്. ചിലപ്പം കള്ളൻ എന്ന് വിളിക്കും, കൊലപാതകി എന്ന് വിളിക്കും, അടിമ എന്ന പോലെ പെരുമാറും. അതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരും. അതൊന്നും സാരമില്ല. പിന്നെ കയ്യിലൊന്നും ഇല്ലാത്തവനെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒന്നും അവർ കാണുകയോ കേൾക്കുകയോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ മറ്റൊന്നിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുന്നില്ല. ദേഷ്യമടക്കി എല്ലാം സഹിച്ചിവിടെ നിൽക്കുക, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ജീവിക്കണ്ടേ? എത്ര പേര് വേറെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. സച്ചേട്ടൻ ഒന്നും സഹിക്കണ്ട. സച്ചേട്ടൻ ഇനി ഈ ജോലി ഒന്നും ചെയ്യണ്ട. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വേണ്ട സച്ചേട്ടാ, ഇനി സച്ചേട്ടൻ ഇവിടെ നിൽക്കണ്ട. ഞാൻ പൂക്കടെ പോയി നിന്നോളാം. നമുക്ക് ജീവിക്കാനുള്ള വക അവിടുന്ന് കിട്ടും. എനിക്കറിയാം സച്ചേട്ടാ, അതും അത് സച്ചേട്ടൻ ഈ ജോലി ചെയ്യുന്നത് കാണാനുള്ള ശേഷി എനിക്കില്ല. ബാ സച്ചേട്ടാ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, വിട് രേവതി, നീ ജോലിക്ക് പോവാ, ഞാൻ വീട്ടിൽ ഇരുന്ന് തിന്നുക. അതിനേക്കാൾ നല്ലത് ഞാനങ്ങ് മരിക്കുന്നല്ലേ. എന്താ സച്ചേട്ടാ ഇത്? അങ്ങനെയൊന്നും പറയല്ലേ. അതെന്താ സച്ചേട്ടാ? ദേ, ആരെങ്കിലും വാടകക്കാർ ഓടിക്കാൻ തരുന്നത് വരെ ഈ ജോലി ചെയ്തേ പറ്റൂ. നമുക്കിപ്പൊ പൈസ രേവതി പ്രധാനം. നീ ഒരു കാര്യം ചെയ്യ, വീട്ടിലേക്ക് ചെല്ല്. തൽക്കാലം ഞാൻ വേറൊരു വാടകക്കാർ ഓടിക്കുന്നുണ്ടെന്നാണല്ലോ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് തിരുത്തിയൊന്നും പറയാൻ പോവണ്ട. അങ്ങനെ ഇരുന്നാ മതി. ഞാൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് നീ വീട്ടിൽ ആരോടും പറയരുത്, അറിഞ്ഞ് ഭാവം കാണിക്കരുത്. പ്രത്യേകിച്ച് അച്ഛൻ അറിയാൻ പാടില്ല. അമ്മയും സുധിയൊക്കെ അറിഞ്ഞാ ദേ പരിഹസിക്കും. പിന്നെ അച്ഛനറിഞ്ഞ വിഷമിക്കുള്ളൂ. എന്നാലും ആ വിഷമം എനിക്ക് താങ്ങാൻ പറ്റില്ല. നീ ഇത് ആരോടും പറയരുത്, എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് വാക്ക് മേടിക്കുകയാണ്. വീണ്ടും നമ്മുടെ രേവതി സച്ചിനെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് കരഞ്ഞിട്ടാണ് തിരികെ വീട്ടിലേക്ക് പോകുന്നത്. ചങ്ക് പറിച്ചെടുത്ത വേദനയാട്ടോ നമ്മുടെ രേവതിക്ക്. ഒരുപക്ഷെ രേവതിയുടെ മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കും, താൻ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, താൻ അന്ന് ശ്രീകാന്തിന്റെ അടുത്ത് പോയത് കൊണ്ടാണല്ലോ, ശ്രീകാന്ത് വിളിച്ചപ്പോ പോയത് കൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത്. അപ്പൊ പിന്നെ നമ്മുടെ രേവതിക്ക് സ്വയം ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്രനെയാണ് കേട്ടോ. അപ്പൊ ചന്ദ്രയ്ക്കൊരു ഫോൺ കോൾ വരികയാണ്. ഫോൺ കോൾ വന്നതും ചന്ദ്ര എടുത്തു. അപ്പോഴത്തേക്കും ഭാമയായിരുന്നു. എന്താ ഭാമ? അത് പിന്നെ ചന്ദ്രയെ, ശ്രീകാന്തിന്റെ വർഷയുടെ കാര്യത്തില് എന്തെങ്കിലും തീരുമാനം ആയോ? നീ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയോ? എന്ത് തീരുമാനിക്കാനാ? ആകെ പ്രശ്നം എന്റെ പൊന്നു ഭാമേ. ഞാനിവിടെ കുറെ പറഞ്ഞു. ശ്രീകാന്തിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോ തന്നെ എന്റെ ദൈവമേ, സച്ചി ഇവിടെ കിടന്ന് ആട്ടവാ. പിന്നെ എങ്ങനെയാ മനുഷ്യരോട് ഞാനൊന്ന് പറയുക? സച്ചി സമ്മതിക്കാതെ രവിയേട്ടനെ സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സച്ചിനെ സമ്മതിപ്പിക്കാൻ ഭയങ്കര പാടാ. രവിയേട്ടനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാന്ന് വെക്കാം. എടി ചന്ദ്ര, എന്ന് കരുതി നിനക്ക് ശ്രീകാന്തിനെ അങ്ങനെ വിടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ നിന്റെ മനസ്സില്. ശ്രീകാന്തും വർഷയും നിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഭാഗ്യവാ. അത് പിന്നെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ ഇഷ്ടമാണ്. പക്ഷെ സച്ചി അതിന് തടസ്സം. അല്ല, അവന്റെ അച്ഛൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കുന്നതല്ലേ സച്ചി. ആദ്യം രവിയേട്ടന്റെ മനസ്സ് മാറ്റ്, പിന്നെ രവിയേട്ടനെ കൊണ്ട് സച്ചിയുടെ മനസ്സ് മാറ്റ്. ഇതൊന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഭാമേ. ദേ, വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷ ശ്രീകാന്തിനെ കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ശ്രീകാന്തിനെയും കിട്ടില്ല, വർഷേനെയും കിട്ടില്ല. അവളുടെ അച്ഛന്റെ അമ്മയുടെ പിണക്കം മാറാനേ അധികം സമയമൊന്നും വേണ്ട. പെണ്ണുങ്ങൾ അങ്ങനെയാ. പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും പിണക്കം മാറ്റിയെടുക്കും. അവര് രണ്ടുപേരെയും വീട്ടിൽ കയറ്റുകയും ചെയ്യും.
ഏയ് ശ്രീകാന്ത് അങ്ങനെ അവളുടെ വീട്ടിലൊന്നും പോയി താമസിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അവൻ പോകും, ആര് പറഞ്ഞു? ഈ സമയത്ത് വർഷ എന്ത് പറഞ്ഞാലും ശ്രീകാന്ത് കേൾക്കും. ഇപ്പൊ പുതുമോടിയല്ലേ, ശ്രീകാന്ത് അവരുടെ വീട്ടിൽ താമസം തുടങ്ങിയ പിന്നെ നിനക്ക് അവരെ രണ്ടുപേരെ കാണാൻ പോലും പറ്റില്ല ചന്ദ്ര. ഞാൻ സത്യമായി പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയാണല്ലോ നടക്കുന്നത്. വർഷയും ശ്രീകാന്ത് നിന്റെ കൈവിട്ട് പോകും പൂർണ്ണമായിട്ടും. വലിയ പണക്കാരിയാ വർഷ. അടിച്ച ലോട്ടറി ടിക്കറ്റ് കീറിക്കളയണോ ചന്ദ്രെ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് പിന്നെ ഭാമയെ നീ പറയുന്നതൊക്കെ ശരിയാ, ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് വയ്യ, എനിക്ക് ഒന്നും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ വേറെ ഒന്നും ആലോചിക്കണ്ട, നീ ശ്രീകാന്തിനെ പോയി കാണണം. അവനോട് പിണക്കമൊന്നുമില്ല. ഏത് സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിലേക്ക് വരാന്ന് പറ. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവന് ചിലപ്പോൾ വീട്ടിലേക്ക് വരും. അത് കഴിയുമ്പോഴത്തേക്ക് രവിയേട്ടന്റെ സച്ചിയുടെ ഒക്കെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം. അവളുടെ സമ്മതത്തോട് തന്നെ രണ്ടുപേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വാ നീ. പക്ഷെ ശ്രീകാന്ത് എവിടെയാ താമസിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഭാമ. പിന്നെ ഞാൻ എങ്ങനെ ചെന്ന് കാണും? അവൻ റെസ്റ്റോറന്റിൽ ഉണ്ടാവില്ലോ, നിനക്ക് അവിടെ പോകത്തില്ലേ? നിനക്ക് അവിടെ ചെന്ന് കാണത്തില്ലേ? എങ്കിൽ പിന്നെ ഇന്ന് തന്നെ അവന് ചെന്ന് കാണാല്ലേ? അതെ, നീയും എന്റെ കൂടെ വരുവോ ഭാമേ? ഞാൻ വരണോ? ഞാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ? ഇന്ന് എണീറ്റ് തന്നെ ലേറ്റ് ആയിട്ടാ, ഒരു ജോലിയും തീർന്നിട്ടില്ല. ഭാമേ, നീ വന്നേ പറ്റൂ. നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണം. ഇവിടുന്ന് നമുക്ക് ഒരുമിച്ച് റെസ്റ്റോറന്റിലേക്ക് പോകാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എങ്കിൽ പിന്നെ ശരി, നീ എന്റെ കൂട്ടുകാരിയായി പോയില്ലേ, എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാമ ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും ചന്ദ്രയ്ക്ക് കിട്ടിയ അവസരം പാഴാക്കാൻ പാടില്ല. കോടീശ്വരിയായ മരുമകളാണല്ലോ വീട്ടിലേക്ക് കയറി വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കയറി വരുന്ന മഹാലക്ഷ്മിനെ അടിച്ചോട്ടിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് നിസ്സാരമായ കാര്യമല്ലല്ലോ. അപ്പൊ അങ്ങനെ അടിച്ചോട്ടിക്കേണ്ട കാര്യവും നമ്മുടെ ആർക്കില്ല, ചന്ദ്രയ്ക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രൻ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കാനുണ്ടോ. അപ്പൊ ഏതായാലും ഈ സമയം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയാണ്. അങ്ങനെ നമ്മുടെ വർഷല്ല ശ്രീകാന്ത് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വർഷ ഇങ്ങനെ മുടിയൊക്കെ തോർത്തിക്കൊണ്ട് വന്നിട്ട് അതെ എനിക്ക് വിശക്കുന്നു, കുറച്ച് ഫുഡ് തരാൻ പറഞ്ഞിട്ട് ആ ടൗവലങ്ങ് വലിച്ചെറിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിച്ചു, നീ എന്തായി കാണിക്കുന്നത്? ഇതെന്തിനെ ഈ ടൗല് വലിച്ചെറിയുന്നത്? മുടിയൊക്കെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന് വീടില്ല ഭക്ഷണത്തിലൊക്കെ. നിനക്ക് തീരെ ഡിസിപ്ലിൻ ഇല്ലെന്ന് പറഞ്ഞപ്പോ, ഡിസിപ്ലിൻ ഇല്ലെന്ന് എനിക്ക്? നിനക്ക് ഡിസിപ്ലിൻ ഇല്ല എങ്കിൽ പിന്നെ എനിക്ക് വിശക്കൂ, എന്തെങ്കിലും ഒന്ന് എടുത്തുതാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യേ, ഇത് അതിൻ്റെതായ രീതിയിൽ സെർവ് ചെയ്യേണ്ട കാര്യങ്ങളാ, ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യട്ടെ. പിന്നെ ഡെക്കറേഷൻ ചെയ്യാനോ? എനിക്കൊന്നും പറ്റത്തില്ല ഡെക്കറേഷൻ ചെയ്യാനുള്ള, അത്ര സമയം വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, എനിക്ക് വിശക്കുവാന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു പീസൊക്കെ എടുത്തോണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ വർഷ. അപ്പോഴത്തേക്കുമാണ് വർഷയുടെ കൂട്ടുകാരിയോ ആരോ ഫോൺ വിളിക്കുന്നത്. ഏതായാലും ഫോൺ വിളിച്ച ഉടനെ നമ്മുടെ വർഷ നോക്കിയപ്പോഴത്തേക്ക് കൂട്ടുകാരി, നീയോ എന്ന് പറഞ്ഞു ഫോൺ ഇങ്ങനെ എടുത്തിട്ട്, ഹലോ എന്താടി നീ കുറെ ആയല്ലോ വിളിച്ചിട്ട്, സുഖമാണോ നിനക്ക് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് എന്തോന്നൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അതുമാത്രം നമ്മളെ കേൾപ്പിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ വർഷ പറയുകയാണല്ല, നിന്റെ കല്യാണത്തിന് ശേഷം ഞാൻ കണ്ടതായിരുന്നു ഒരു പ്രാവശ്യം, പിന്നെ കണ്ടിട്ടേ ഇല്ല. എന്റെ മാരേജ് ലൈഫോ? അതൊക്കെ പ്രശ്നമില്ലാതെ അങ്ങ് പോകുന്നു, അതൊക്കെ നീ വിട്. ഞങ്ങളുടെ കല്യാണം എങ്ങനെയാന്ന് നിനക്കറിയില്ലേ നടന്നത്? അതൊക്കെ വലിയൊരു കഥയാ. പ്രോബ്ലമൊക്കെ ഇപ്പൊ അത്യാവശ്യം ഉണ്ട്, എങ്കിലും തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകുന്നു. രണ്ട് ഫാമിലിയുടെയും ഈഗോയാണ് പ്രധാന കാരണം മോളെ. അവര് രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്ത് ചെയ്യാനാ? എന്താ നീ പറയുന്നത്? എന്താ പാർട്ടി വേണമെന്നോ? നിങ്ങൾ വീട്ടിലേക്ക് വാ, പാർട്ടി തരാം. അതിനിപ്പോ എന്താ? എന്റെ ഹസ്ബൻഡ് ഷെഫാ ശ്രീകാന്ത്, നിങ്ങക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. വേറെ എന്തൊക്കെയുണ്ട് നിനക്ക് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. നീ എന്താ പറഞ്ഞത്? ജോലി വിടാൻ പോവാന്നോ? എന്താടി നീ പറയുന്നത്? മണ്ടത്തരം കാണിക്കല്ലേ എന്റെ പൊന്നുമോളെ. ജോലി എന്നൊക്കെ പറയുന്നത് അതൊക്കെ കളയാൻ പറ്റുമോ? അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പിന്നെയും പറയാ, നീ പ്രഗ്നന്റ് ആയെന്നോ? അയ്യേ, നീ പ്രഗ്നന്റ് ആയെന്നോ? ഇതെന്താടി ഇത്? അപ്പം പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു, നീ എന്താ ഇങ്ങനെയൊക്കെ അവരോട് സംസാരിക്കുന്നത്? പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ 4 മാസം ആയതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അത് ശരിയാണോ? ഈ ഒരു പ്രഗ്നന്റ് ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മാസത്തിനുള്ളിൽ എടി പൊട്ടി, നീ പ്രഗ്നന്റ് ആവേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. കഷ്ടമുണ്ട് കേട്ടോ. നീ എന്തിനാ വെറുതെ ജോലിയൊക്കെ കളഞ്ഞത്? ഇപ്പം പ്രഗ്നന്റ് ഒക്കെ ആയിട്ട് ഇനി നിനക്ക് ബാധ്യത കൂടുകയല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്നിട്ട്, നീ എന്തൊക്കെയാ പക്ഷേ ഈ പറയുന്നത്? അങ്ങനെയാണോ ഒരു പ്രഗ്നന്റ് ലേഡിയോട് പറഞ്ഞു കൊടുക്കേണ്ടത്? പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒരു കല്യാണം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് പെട്ടെന്ന് പ്രഗ്നന്റ് ആകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം പിന്നെയും കൂട്ടുകാരിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, ഏതായാലും പ്രഗ്നന്റ് ആയി നീ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എടി പൊട്ടി, പെട്ടെന്ന് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങളുടെ ജീവിതം തൊലഞ്ഞു പോവുകയുള്ളൂ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുട്ടികളൊക്കെ ഉണ്ടായാൽ മതി. ഇനിയിപ്പൊ കുട്ടികൾ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് കുട്ടികൾ ഉണ്ടായോന്നോ?
എനിക്കിപ്പോ കുട്ടി വേണമെന്നുള്ളൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിലും മാസങ്ങൾ പോലും ആയില്ല കല്യാണം കഴിഞ്ഞിട്ട്. കുട്ടികളൊക്കെ പതിയെ പതിയെ മതി. ആദ്യം നമ്മൾ ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യണം. ഫോറിൻ കൺട്രീസിലൊക്കെ 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പലരും അമ്മമാരാകുന്നത്. അങ്ങനെ ഇവിടെയും കൊണ്ടുവരണം. ഇപ്പോഴേയും പ്രസവിച്ച് കുഞ്ഞിനെ എടുത്തൊന്നും നടക്കാൻ എന്നെ കിട്ടില്ല എൻ്റെ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് എന്തോ വിഷമം തോന്നുകയാണ് കേട്ടോ. നമ്മുടെ വർഷയുടെ ഉദ്ദേശം എന്താണെന്ന് ശ്രീകാന്തിന് മനസ്സിലാവുന്നേ ഇല്ല. അപ്പം ശ്രീകാന്തിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല, നേരെ വിപരീതമായിട്ടാണ് നമ്മുടെ വർഷ ചിന്തിക്കുന്നത് ശ്രീകാന്തിനേക്കാളും. അങ്ങനെ നമ്മുടെ വർഷ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ കേട്ട് വിഷമത്തോടെ നിൽക്കുന്ന നമ്മുടെ ശ്രീകാന്ത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയും ശ്രുതിനെയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, അല്ല വർക്കൊക്കെ എങ്ങനെ പോകുന്നു ശ്രുതി? ഏത് വർക്ക്? ആരുടെ വർക്ക്? ഏത് വർക്ക് ആരുടെ വർക്കെന്നോ? അത് പിന്നെ ശ്രുതി ഇപ്പൊ കുളവായനെ. അത് നന്നായിട്ട് പോകുന്നു. അല്ല ഈ മാസം എത്ര കാറ് സെയിൽ ചെയ്തു? അത് പിന്നെ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാ പറയുന്നത്? അത് പിന്നെ കുറച്ച് ആലോചിക്കണം. ആലോചിക്കാനോ? അതിങ്ങനെ ആലോചിച്ചെടുക്കണം. എന്നാലൊന്ന് ആലോചിച്ചേ, എത്ര കാറ് സെയിലായി? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി 1 2 3 4 വൈറ്റ് കളറ്, പിന്നെ ഒരു 10 ലക്ഷത്തിന്റെ റെഡ് കളറ് 2 എണ്ണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കണക്കൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു 15 കാറ് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, വാവ് റിയലി? സത്യമാണോ? ഗ്രേറ്റ് ശ്രുതി, അല്ലെ ഗ്രേറ്റ് ശ്രുതി. താങ്ക് യു. പിന്നെ ഞങ്ങളുടെ MD എന്നെ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ശ്രുതിക്ക് ഈ ഫീൽഡിൽ നല്ല ഫ്യൂച്ചർ ഉണ്ടാവുന്ന? ശ്രുതി പെട്ടെന്ന് തന്നെ ടാലന്റിനെ പ്രൂവ് ചെയ്തോണ്ടേയിരിക്കണം. നല്ല അവസരമായത്, ഈ അവസരം തട്ടിക്കളയല്ല. ശ്രുതിയുടെ സാലറി കൂട്ടി ചോദിച്ചൂടെ? സാലറി ഇനിയും കൂട്ടി ചോദിക്കാനോ? അതെങ്ങനെ? അതെ, കൂട്ടി ചോദിക്കണം. ഇത്രയും കാറ് സെയിൽ ചെയ്തില്ലേ? ഇപ്പം ശ്രുതി ആ സ്ഥാപനത്തിന് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്റ്റാഫ്. അപ്പം പിന്നെ എത്ര വേണമെങ്കിലും കൂട്ടിത്തരും. ശ്രുതി ഒന്ന് ചോദിച്ചു നോക്ക. അത് പിന്നെ ഞാൻ ജോലിക്ക് കയറിയിട്ട് അധികമൊന്നും ആയില്ലല്ലോ, ഒരു 6 മാസം കൂടെ കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പോരെ ശ്രുതി? 6 മാസം കഴിഞ്ഞോ? ശ്രുതി ഇന്ന് തന്നെ ശമ്പളം കൂട്ടി ചോദിക്കണം. അത് പിന്നെ അതെങ്ങനെയാ? ചെലവ് കൂടിക്കൂടി വരിക. ഇനി മുതൽ നമ്മൾ വീട്ടു ചെലവിനുള്ള കാശ് സച്ചി കൊടുക്കുന്നേക്കാളും കൂടുതൽ കൊടുക്കണം. എങ്കിലേ നമുക്ക് ഈ വീട്ടിൽ കൂടുതൽ റെസ്പെക്ട് ഉണ്ടാകത്തുള്ളൂ. നമുക്ക് റെസ്പെക്ട് വേണ്ടേ? സാലറി കൂട്ടി ചോദിക്കും ശ്രുതി, പ്ലീസ് ശ്രുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, ഇങ്ങനെ പോയാൽ കൊള്ളപ്പലിശയ്ക്ക് ഞാൻ കൂടുതൽ പൈസ കടം വേണ്ടി വരുമല്ലോ. അതൊക്കെ ഇനി എവിടെ നിന്ന് എടുത്തിട്ട് വാങ്ങാൻ എൻ്റെ ഈശ്വര, ഇനി ആര് തരുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പം ശ്രുതി, ഇതെന്താ ശ്രുതി ആലോചിക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചു. അപ്പം ശ്രുതി പറഞ്ഞു, ശ്രുതി പറഞ്ഞത് കറക്റ്റാ, ഞാനേ MDയോട് സാലറി കൂട്ടി ചോദിക്കാം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, എനിക്ക് പോകാൻ ടൈമായി ഞാൻ പോവുകയാണേ, ഇനി നിന്നാ പണി പാളും എന്ന് പറഞ്ഞു പതുക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് ഇറങ്ങി പോയിട്ടോ. ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോ ശമ്പളം കൂട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണല്ലോ. നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സ്വപ്നങ്ങളൊക്കെയാണ്. ഏതായാലും ജോലിയില്ല, വേലയില്ല, കൂലിയില്ലെന്ന് വേറെ ആർക്കും അറിയത്തുമില്ല. ഇപ്പൊ നമ്മുടെ ശ്രുതിക്കും അറിയത്തില്ല. ഉടനെ അതൊക്കെ അറിയൂട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.